എംകോം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഈ ഒരു ഇൻകം ടാക്സ് ഒരു ടാക്സേഷൻ ഫീൽഡിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറത്ത് ഇനി എന്ത് ഫർദറായിട്ട് നമുക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്താണെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് എനിക്ക് എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി അറിഞ്ഞത്. പ്രൊക്യൂറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ബാക്കി സപ്പോർട്ടിങ് സ്റ്റാഫ് ആയാലും എല്ലാം നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിനാണല്ലോ, നോട്ട്സ് ആണല്ലോ, അതുപോലെ സ്ലൈഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ ആപ്പ് ത്രൂ ആക്സസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്ത ഒരു 6 monthsനുള്ളിൽ തന്നെ എനിക്ക് ഇവയിൽ പ്ലേസ്മെൻറ്റ് കിട്ടി. പ്ലേസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്ത പ്രൊക്യൂറിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഹെൽപ്പ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവയുടെ ഇൻ്റർവ്യൂസൊക്കെ എങ്ങനെ ക്രാക്ക് ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടെ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ളൊരു ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻസ് നമുക്ക് പ്രൊക്യൂറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയായിരുന്നു. ഹായ്, എൻ്റെ പേര് അർജുൻ. ഞാൻ കുതാളത്ത് നിന്ന് വരുന്നു. ഞാൻ പ്രൊക്യൂര് സ്റ്റുഡൻ്റ് ആയിരുന്നു. 2024 ജൂൺ ഓഫ്ലൈൻ ബാച്ച് ആയിരുന്നു. ഞാൻ ഈ ജനുവരിയിൽ ഇവയിൽ ടാക്സ് അനലിസ്റ്റായിട്ട് പ്ലേസ്ഡായി. എംകോം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഈ ഒരു ഇൻകം ടാക്സ് ഒരു ടാക്സേഷൻ ഫീൽഡിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറത്ത് ഇനി എന്ത് ഫർദറായിട്ട് നമുക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്താണെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് എനിക്ക് എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി അറിഞ്ഞത്. അതിനെ ഗൈഡ് ചെയ്തത് TGയിൽ ഉണ്ടായിരുന്നൊരു സാറായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഒരു കോഴ്സിനെ പറ്റി ഞാൻ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞു. ദെൻ ആളുടെ അടുത്ത് ഞാൻ ഈ കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിച്ചു. അപ്പോൾ ആളുടെ ഒരു ഗൈഡൻസ് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം, എവിടെ ജോയിൻ ചെയ്യാം, എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് 2 ഓപ്ഷനായിരുന്നു. ഒന്ന് അസാപ്പ്, പിന്നെ പ്രൊക്യൂ. ഞാൻ നോക്കിയപ്പോൾ അസാപ്പിനും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊക്യൂ തന്നെയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ബെനിഫിഷ്യൽ പ്രൊക്യൂവിൻ്റെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ്സ് കാണും എന്നൊരു ഇതിലാണ് പ്രൊക്യൂ സെലക്ട് ചെയ്തത്. പ്രൊക്യൂവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ബാക്കി സപ്പോർട്ടിങ് സ്റ്റാഫ് ആയാലും എല്ലാം നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിനാണല്ലോ, നോട്ട്സ് ആണല്ലോ, അതുപോലെ സ്ലൈഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ ആപ്പ് ത്രൂ ആക്സസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്ത ഒരു 6 monthsനുള്ളിൽ തന്നെ എനിക്ക് ഇവയിൽ പ്ലേസ്മെൻറ്റ് കിട്ടി. പ്ലേസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്ത പ്രൊക്യൂവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഹെൽപ്പ് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവയിൽ പ്ലേസ്മെൻറ്റിന് വരുന്നത് മെയിനായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ, HR റൗണ്ട്സ്, ഇങ്ങനെ 3 സെക്ഷനായിട്ടായിരുന്നു. നമുക്ക് ഓരോ സെക്ഷന് വേണ്ട ഗൈഡ് ലൈൻസും ഹെൽപ്പൊക്കെ പ്രൊക്യൂവിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇവയുടെ ഇൻ്റർവ്യൂസൊക്കെ എങ്ങനെ ക്രാക്ക് ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടെ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ളൊരു ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻസ് നമുക്ക് പ്രൊക്യൂവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയായിരുന്നു. എൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ എക്സാമിന് ഡേറ്റ് എടുത്തു. ഒരു 2-3 വീക്സ് മുന്നേ സ്റ്റഡീസ് തുടങ്ങി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കുകയൊന്നുമില്ല. വെളുപ്പിനൊക്കെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഒരു 3 hours നോക്കും. അങ്ങനെ ഒരു 2 weeks കൊണ്ട് ഫുൾ പോർഷൻ കവർ ചെയ്ത് വന്നു. ആഫ്റ്റർ ദാറ്റ് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ പ്രൊക്യൂറെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകുമായിരുന്നു. അതൊക്കെയായിരുന്നു സ്റ്റഡി പ്ലാൻസ് ആയിട്ട് വന്നത്. എൻ്റെ വൺ ഓഫ് ദ ബിഗ് ഡ്രീംസ് ആയിരുന്നു ഈ ബിഗ് ഫോർസിൽ പ്ലേസ്ഡ് ആവുക എന്നുള്ളത്. EAക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇവയിൽ പ്ലേസ്ഡ് ആയ സ്ഥിതിക്ക് അവിടെ കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് വെച്ച് അടുത്ത ഒരു ലെവൽ എന്ന് പറഞ്ഞ് CPA എടുക്കാമെന്നൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. അത് എത്രത്തോളം ഇതാവുമെന്നറിയില്ല. എനിവേ എന്നോടൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്.